എവിടെയാണോ തന്റെ ആള്? സമയമായല്ലോ. ഇപ്പൊ വരും. എപ്പോ? അതാ നിങ്ങളിത് എവിടെ പോയി കിടക്കുകയായിരുന്നു? കാലി കെട്ടേണ്ട സമയമായി. ഞങ്ങൾ റെഡി. മാറിക്കോ. നിങ്ങൾ എവിടെ പോയി ബ്രേക്ക്? ഞാനും ക്രൗഡ് മാറ്റാൻ ശരിയാവില്ല. ക്യാമറ സെറ്റപ്പ് ചെയ്യോ. ചെല്ല്. വാ. ഒതുങ്ങിക്കത്. ഒന്ന് എളുപ്പം എടുക്കണോ? അതിങ്ങോട്ട് കൊണ്ടു മാറിക്കാൻ പറഞ്ഞില്ലേ? ഞങ്ങളൊക്കെ ബന്ധുക്കളാ. ബന്ധുക്കളൊക്കെ കല്യാണം ക്യാസറ്റിട്ട് കണ്ടാ മതി. കണ്ണുപിടിച്ചാൽ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കേ. ആ ലൈറ്റ് ഒന്ന് താത്തി പിടിക്കടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തൊഴിലാളിയല്ല. ആ ലൈറ്റ് ഒന്ന് താത്തി പിടിക്കടാ. ഞാനൊന്ന് അകത്തോട്ടെ. അവിടെ തന്നെ നിന്നാ മതി. ആ ലൈറ്റ് അങ്ങോട്ട് അടിക്കടാ. ഹലോ വില്യംസ്. ഹലോ. അല്ല മേഴ്സി ഇവിടെ. ആ ലൈറ്റ് അടിക്കും. അതൊക്കെ ഓരോരുത്തരായിട്ട് വിളിച്ചു. രണ്ടും കൂടെ ചേർത്ത് നിലവിളക്കിന്ന് പിടിച്ചു. സമയമായി. താലി കെട്ടാൻ നോക്ക്. ഇതാ താലി. അതെ, താലിയിട്ടാൻ പറ്റും. നമ്മൾ പറഞ്ഞിട്ടാൽ താലി മാറ്റി റെഡി. കെട്ടിക്കോ, താലി കെട്ടിക്കോ. അതെ വില്യംസ് ആണ്. എന്നാണ് ഫംഗ്ഷൻ? ഡിസംബർ 31 ചാർജ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ. ഓക്കെ, ഞങ്ങളൊരു 5 മണിക്ക് എത്തിയേക്കാം. ഇപ്പൊ തന്നെ നോട്ട് ചെയ്തേക്കാം. ഡിസംബർ 31 വേറെ പ്രോഗ്രാം ഒന്നും ഏറ്റിട്ടില്ലല്ലോ? ഉണ്ടല്ലോ. ഏത്? ഇപ്പൊ നീ ഫോണിൽ കൂടെ ആയിട്ടില്ലേ? ഒറ്റടിയാ. ഇതൊന്ന് നോട്ട് ചെയ്തേ. ആ പൈനേഴ്സ് ക്ലബിൽ നിന്നാണ്. ഡിസംബർ 31 മുഖ്യമന്ത്രി അറ്റൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ കവർ ചെയ്യണമെന്ന്. നീ കാസറ്റ് ഒക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി വരും. ഇങ്ങനെയാണോ വീഡിയോയിൽ കല്യാണം നടക്കുന്നത്? എന്ത് പറ്റി സാർ? ചെറുക്കൻ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടണത് ഈ കാസറ്റിലില്ല. ഇല്ലേ? ഉണ്ടല്ലോ. ഞാനല്ലേ എടുത്തത്. എങ്കിൽ അത് കാണിച്ചാ. താലി കെട്ടണ പോർഷൻ ഞാൻ ഇതിൽ റീവൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇട്ടു നോക്ക്. ഒന്നിട്ട് നോക്കി. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞതേ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കണതാ. നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പൊ എന്റെ മകളുടെ കല്യാണം രണ്ടാമത് നടത്താൻ പറ്റുമോ? ഇല്ല. നോക്കട്ടെ. അതെന്ത് പറ്റി? അല്ല മാറിപ്പോയതായിരിക്കും. അങ്ങനെയല്ല. അത് പിന്നെ സാറേ, ഈ താലികെട്ട് അതേപടി കാണിക്കുന്ന ഒരു പഴഞ്ച സ്റ്റൈലാ. അതുകൊണ്ട് സിംബോളിക് ആയിട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതായത് താലി കെട്ടുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മാനസിക വ്യാപാരം അതേപടി ഒപ്പിയെടുത്ത് അതിലൂടെ വിവാഹത്തിന്റെ പവിത്രമായ ബന്ധത്തിൽ ഏതാ ഈ പെൺകുട്ടി? അയ്യോ, ആ പെൺകുട്ടി ഏതാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല സാർ. അല്ലെ, പരിചയമേ ഇല്ല. അത്രയ്ക്ക് ചീപ്പാണ് ഞങ്ങളെന്ന് വിചാരിച്ചു. മതി, ഇന്നത്തെ ബിസിനസ് ഒക്കെ മതി. ഇനി നമുക്ക് പാർക്കിൽ പോവാം. ടിവിയിൽ മേഴ്സി. എന്ത് ടിവിയിൽ മേഴ്സി? നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ കുറെ പെൺകുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. സാറ് സൂക്ഷിക്കണം. ഇത്തവണത്തേക്ക് ക്ഷമിക്കണം. പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ച് ഞങ്ങളുടെ അഭിമാനം നശിപ്പിക്കരുത്. പ്ലീസ് പ്ലീസ് ഓടാ പ്ലീസ്. അതിനെന്താ, മേഴ്സിയുടെ പപ്പായോട് വില്യം നേരിട്ട് എന്ന് പ്രശ്നം അവതരിപ്പിക്കട്ടെ. അത്ര ഈസി ആയിട്ടൊന്നും കാര്യം നടക്കുമെന്ന് വിചാരിക്കണ്ട. മേഴ്സിയുടെ പപ്പ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഓഫീസറാണ്. ശ്യാമേ, പപ്പ പപ്പയെ കാണുന്ന കാര്യം തന്നെയാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല, പപ്പ വരുന്നു. ഒരു ചെറിയ കളി കളിക്കാം. എല്ലാം തരുന്നവനായ കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സ്തോത്രം. ഏദൻ തോട്ടം പോലെ പരിശുദ്ധവും പരിപാവനവുമായ ഈ പുണ്യഭൂമിയിൽ പരസ്പര വിശ്വാസത്തോടെ നമുക്ക് ചരിക്കാം. കൂട്ടം പിരിഞ്ഞുപോയ കുഞ്ഞാടിന്റെ ദുഃഖം മനസ്സിലാക്കി അതിനെ കണ്ടെത്തുവാൻ അടുത്ത മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്താ കുട്ടിയുടെ പേര്? മേഴ്സി. എന്താ പേര്? ശ്യാമ. എന്താ പേര്? ഫ്രാൻസിസ് ജോൺ പീറ്റർ. എന്റെ പപ്പയാ. ഓഹോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും
അത്താണിയായുള്ളോനേ കർത്താവേ യേശുനാഥ. എനിക്കിനിയും വിശ്വാസികളെ കാണാനുണ്ട്. ആ. വരട്ടെ സഹോദര. ശരി. ഇന്ന് എക്സ്ട്രാ ക്ലാസ് ഇല്ലായിരുന്നു പപ്പ. ഓ, ശ്യാമയും ഞാനും വീട്ടിലേക്ക് വരുന്ന വഴി ഈ പ്രസംഗം കേട്ടപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ മോളെ? അവരെ കാണുന്നില്ലല്ലോ. പോയി എന്നാ തോന്നുന്നത്. ഓ, ആ സമയത്ത് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് ഭാഗ്യം. അതൊക്കെ കറക്റ്റ് സമയത്ത് തോന്നും. ഇതിനാണ് ദൈവം നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത്. വലിയ മിലിറ്ററി ഓഫീസറാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങേരുടെ തലക്കകത്ത് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അല്പമെങ്കിലും സംശയിച്ചേനെ. അതുകൊണ്ടാണല്ലോ ഞാൻ സംശയിച്ചത്. മിസ്റ്റർ വില്യം, അയ്യോ, No. ക്ഷമിക്കണം സാർ. എനിക്ക് ഈ ഒളിച്ചു കളി തീരെ ഇഷ്ടമല്ല. പിന്നെ നിങ്ങളുടെ അഫയറിനെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു. ഞാൻ നിങ്ങളുടെ പപ്പയെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ വിവാഹം നടത്തി തരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. സത്യമാണോ? സാറിന്റെ ശരീരം പോലെ എന്നെ മനസ്സും വലുതാണ് സാർ. അതെ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് ഓൾ റൈറ്റ്. നോക്കി, നമ്മുടെ ഉസ്താദല്ലേ അത്? അല്ല എന്താ തിരിഞ്ഞോടുന്നത്? ഞാൻ വിളിച്ചോണ്ട് വരാം. ഒന്ന് നിന്നേ, ഇങ്ങ് വന്നൊരു കാര്യം പറയട്ടെ. ഇല്ല. ദാ, ഒരാളെ പരിചയപ്പെടുത്താം. അല്ല ഞാൻ പോട്ടെ. അതൊക്കെ പിന്നെ ഗുസ്തിയൊക്കെ നമുക്ക്. ആ? ഇതാര്? ചെയ്താലിയോ? തന്നെ കണ്ടിട്ട് 10-15 കൊല്ലമായല്ലോ. സാറിനറിയോ ഉസ്താദിനെ? അറിയാവുന്നു. മിലിറ്ററി 10 കൊല്ലം ഇവൻ എന്റെ കുക്കായിരുന്നു. പാചകം എന്ന് വെച്ചാൽ ഇവന്റെ പാചകമാ. എന്ത് രുചിയാണെന്നറിയാവോ? ആ, പിന്നെ എന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും സുഖം തന്നെയല്ലേ? സുഖമായിരിക്കുന്നു സാർ. ആ, ഫാത്തിമയോട് എന്റെ അന്വേഷണം അറിയിക്കണം. അറിയിക്കാം സാർ. തനിക്കിപ്പോ എത്ര കുട്ടികളുണ്ട്? 8 അല്ല 7. ഓഹോ. 4 ആണും 3 പെണ്ണും. ആ, ശരി. അപ്പൊ ഞാൻ വരട്ടെ. ശരി സാർ. കാണാം. കാണാം സാർ. താനിടയ്ക്ക് വീട്ടിലോട്ടൊക്കെ വാ. വരാം സാർ. നല്ല കറി കൂട്ടിയിട്ട് കാലം എത്ര ആയിട്ട് അറിയാമോ? ഞാൻ വരട്ടെ എന്നാ. ആ, അങ്ങനെ പോകാൻ വരട്ടെ. എത്ര കാലം ഞങ്ങളെ പറ്റിക്കുന്നു. പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. പെണ്ണുങ്ങളുമായിട്ടുള്ള സഹവാസം നല്ലതല്ല. അതിപ്പോഴും ഞാൻ പറയുന്നു. എന്തേ ഈ ലൈറ്റ് കത്തുന്നില്ല. ആദ്യം സ്വിച്ച് ഓൺ ചെയ്യും. ഈ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സ്വിച്ച് ഓൺ ചെയ്യും. സ്വിച്ച് മാറ്റത്തേക്ക് ലൈറ്റ് അടിക്കാതെ അങ്ങോട്ട് മാറ്റ്. അങ്ങോട്ട് മാറിക്ക്. ചെല്. അതെ, നീ എങ്ങോട്ടേ ലൈറ്റ് അടിക്കുന്ന? ഇങ്ങോട്ട് അടിക്കേ. ആൾക്കാരുടെ മുമ്പ് വെച്ച് എന്നെ കൊച്ചാക്കരുത്. ഞാൻ ലൈറ്റ് അടിക്കേ. ഇവൻ എന്തോ കാണിക്കുന്നത്? ഇങ്ങോട്ട് അടിക്കേ. നിന്റെ ഈ സ്മാർട്ട്നെസ് ഒന്നും എടുക്കുന്ന കാസറ്റ് കാണുന്നില്ലല്ലോ. ചൊവ്വ നേരെ ലൈറ്റ് അടിക്കാത്തോണ്ടാ. കഴിവുള്ളവന് ലൈറ്റ് ഇല്ലാതെ എടുക്കാം. ഒറ്റ ഇടിയാൻ വെച്ചെന്നുണ്ട്. ലൈറ്റ് ഇടിയടാ. മുഖ്യമന്ത്രി ടി വിയിൽ എത്തിയിട്ടുണ്ട്. ഉടനെ മുഖ്യമന്ത്രി ടി വിയിൽ എത്തിയിട്ടുണ്ട്. അതെയോ? ഇപ്പോഴും എത്തും. ഞാനൊന്ന് അനൗൺസ് ചെയ്യാം. ശരി. മൈക്ക് ഓൺ ചെയ്യും. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ മുഖ്യമന്ത്രി ടി വിയിൽ എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഇവിടെ ഷൂട്ട് ചെയ്താൽ മതി. ഇനി ഇവിടെ ഷൂട്ട് ചെയ്യേ. അതെ, എവിടെ ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. വീഡിയോ ഷോപ്പിന്റെ ഓണറാണ് പറയുന്നത് ഇനി ഇവിടെ ഷൂട്ട് ചെയ്യാൻ. നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് പോവാം. അത് ന്യായം. നമ്മൾ ഈക്വൽ പാർട്ട്നേഴ്സ് ആണെന്ന് എല്ലാവർക്കും അറിയില്ലേ? നിന്റെ ചീപ്നെസ് നീ നാട്ടുകാരെ കൂടെ അറിയിക്കേണ്ട. അങ്ങോട്ട് ലൈറ്റ് അടിക്കേ. നമ്മുടെ മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ സായാഹ്നം എന്തുകൊണ്ടും ആഹ്ലാദം നിറഞ്ഞതാണ്. നിയമസഭാ സമ്മേളനം കഴിയാൻ പതിവിലേറെ താമസിച്ചതിനാലാണ് ഇന്നിവിടെ ഞാൻ വരാൻ വൈകിയത്. ഇത്രയും നേരം എനിക്ക് വേണ്ടി കാത്തിരുന്ന് മുഷിഞ്ഞ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. തീവ്രവാദികളും മതമൗലികവാദികളും
രാജ്യത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്ന ഈ കാലയളവിൽ വിവിധ ജാതിമത രാഷ്ട്രീയ വിശ്വാസികളെ ഏകോപിപ്പിച്ചു നിർത്തുന്ന പൈനിയേഴ്സ് ക്ലബ്ബ് പോലുള്ള സംഘടനകൾ ഇന്ന് ഈ രാജ്യത്തിന് അനിവാര്യമാണ്. പുതുവത്സരത്തെ എതിരേൽക്കാൻ വർണ്ണക്കോടി ഉടുത്ത് തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ സന്ധ്യയിൽ നിങ്ങളെയൊക്കെ കാണാനും പുതുവത്സരാശംസകൾ നേരാനും സാധിച്ചതിൽ പൈനിയേഴ്സ് ക്ലബ്ബ് ഭാരവാഹികളോട് എനിക്ക് അതിയായ നന്ദിയുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷാത്മകമായ ഒരു സമീപനം ഇതുപോലുള്ള സംഘടനകൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് ജനസമ്പർക്കപരമായ പല പുരോഗതികൾക്കും തടസ്സം നേരിടുന്നതെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. രാജ്യം ഒട്ടേറെ ഭീഷണികൾ നേരിടുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ സർക്കാരിന് നൽകുന്ന പിന്തുണയും വിശ്വാസവുമാണ് ഉറച്ച കാൽവയ്പോടെ മുന്നോട്ട് പോകാൻ എന്നെയും എന്റെ മന്ത്രിസഭയും സഹായിക്കുന്നത്. ഇതുപോലുള്ളൊരു മീറ്റിംഗിൽ രാഷ്ട്രീയം സംസാരിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ലെങ്കിലും ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിലേക്ക് കടക്കാതിരിക്കാൻ വയ്യ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റമാണല്ലോ. രാജ്യത്തെങ്ങും ജനങ്ങളെ വീർപ്പുമുട്ടിക്കുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് തന്നെയാണ്. വ്യവസായ വാണിജ്യ രംഗത്തെ മാന്യത ഒരു പരിധിവരെ ഇതിന് കാരണമാണ്. വിലക്കയറ്റത്തെപ്പറ്റി ചർച്ച നടത്താൻ പ്രായോഗിക പരിഹാര നടപടികൾ ആവിഷ്കരിക്കാനുമായി എല്ലാ രാഷ്ട്രീയ